ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരെ കാണണം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ 2025 പല വീടുകളിലും പല പാവപ്പെട്ട കുടുംബങ്ങളിലും നടന്നു പോയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ദൈനംദിന ചിലവുകളെല്ലാം കൂടി ഒരു മാസം അവരെങ്ങനെ ജീവിച്ചു പോകണത്, എന്ത് കഷ്ടപ്പാടുള്ള ജീവിച്ചു പോകണമെന്ന് നമ്മളാരും കണ്ണടച്ച് കളയരുത്, എല്ലാവരും അറിയേണ്ടതാണ്. അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മുടെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കേണ്ട, അത് കണ്ടിട്ട് അതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്തത് പറയാനുള്ളത്, നമ്മളോട് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ പോകണം. എന്തായാലും സന്തോഷം, പരിചയപ്പെടുത്തുകയാണ്. ഇത് OJ സൈമൺ, ഞങ്ങളുടെ ഒരു നാട്ടുകാരനാണ്. ഇത് കാക്കനാടുകാരനാണ്. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഓട്ടോ ഡ്രൈവർ ഇവിടെ വന്ന് ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനും അദ്ദേഹം കൂടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോരം അറിവുണ്ടാവണമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാണ്ട് നിങ്ങളും അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സീറ്റിലെത്തിയത്. മറ്റേന്താ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ജോലി അതൊന്നും അല്ല വരുന്നത്. നമുക്ക് ലോകവിവരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ കുറേ കാര്യങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഫസ്റ്റ് വീഡിയോ ചേട്ടൻ കണ്ടല്ലോ നമ്മുടെ വീഡിയോ, എന്ത് തോന്നി എന്നുള്ളതാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ തോന്നിയതേ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം പേരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് അനിയന്ത്രിതമായി ഓരോ സാധനങ്ങളും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു നിയന്ത്രണമില്ല. ഗവൺമെൻറ് തലത്തിൽ പോലും അതിനൊരു നിയന്ത്രണമില്ല. ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ അവരുടെ അസോസിയേഷനുകൾ തീരുമാനിക്കുന്നു, അതനുസരിച്ച് അവർ വില കൂട്ടി വിൽക്കുന്നു. ഇന്ന് മേടിക്കുന്ന വിലയ്ക്കല്ല നാളെ വിൽക്കുന്നത്. അതുപോലെ ഒരു സാധനം, സെയിം സാധനം തന്നെ രണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ രണ്ട് വിലയാണ്. ഇതിനൊന്നും ഇവിടെ ഒരു നിയന്ത്രണമില്ല. ഇത് അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളെപ്പോലുള്ള നിത്യതൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടില്ല, മറ്റുള്ള ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഇപ്പം ഈ ജോലി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണെന്ന് പറഞ്ഞല്ല, ചില സാഹചര്യങ്ങളിൽ ഒരു മാസത്തിൽ തന്നെ നമുക്ക് മിക്കപ്പോഴും 2-3 ദിവസങ്ങളിൽ ജോലി എടുക്കാൻ പറ്റാറില്ല. കാരണം ഇന്നത്തെ ഈ റോഡിൻ്റെ അവസ്ഥയും ഈ ഇതൊക്കെ കാരണം ഈ റോഡിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഉണ്ടാവും. ഏത് മനുഷ്യനും ഉണ്ട്. കാരണം അത്രക്ക് മോശമാണ് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ. റോഡുകളാണെങ്കിൽ പോലും ബ്ലോക്ക് ഒരു വഴി, അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക നല്ലത്. പിന്നെ ആ ഉള്ള റോഡുകൾ തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കല്ലോ ഇതൊക്കെ ഇടും, അത് ഒറ്റ മഴക്ക് തന്നെ തെറിച്ചു പോയിട്ട് അതിലും കൂടുതൽ നമുക്ക് ദുരിതം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ മതിയോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ചിലവുകളാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ആ ചിലവൊന്നും അല്ല ഒരു മനുഷ്യന് ഒരു കുടുംബത്തിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ 500 രൂപയും കൊണ്ട് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും മേടിക്കാൻ കിട്ടാനില്ല. കാരണം വെറുതെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധനങ്ങളെ മേടിക്കാം. ആ രീതിയിലാണ് വില വർധനവ്. 1 കിലോ പഴം മേടിക്കണമെങ്കിൽ ഇന്ന് 80 രൂപ കൊടുക്കണം. 1 കിലോ പഴം ഒരു വീട്ടിലേക്ക് ഒരു ദിവസമെങ്കിലും മേടിക്കേണ്ടി വരില്ലേ? അതുപോലെ മറ്റുള്ള ഈ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ നമ്മളെപ്പോലെയുള്ളവർക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ, കടയിലിരിക്കുമ്പോൾ കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. അതൊന്നും വാങ്ങിച്ച് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികൾക്ക് ഒരു ആപ്പിൾ വേണം, അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ നിരുത്സാഹപ്പെടുത്താനേ പറ്റുള്ളൂ. അത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. 280 രൂപയ്ക്കാണ് വില, മനസ്സിലായ? അപ്പോൾ ഇതിനൊന്നും നമ്മുടെ സർക്കാർ തലത്തിൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല. ഇങ്ങനെ മതിയോ? ഇങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ മതിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ചേട്ടൻ ആ വീഡിയോ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ഞാനും പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തത്, അത് എന്നോട് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ 25 ദിവസം ജോലിക്ക് പോയാലുള്ള എന്തെങ്കിലും കിട്ടുള്ളൂ. അവന് 25 ദിവസം പോകാൻ പറ്റില്ല. അതിലെ പണിയില്ലാണ്ട് വരുന്നത്, ഇപ്പോൾ ഇടയ്ക്ക് മഴക്കാലമാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ല, അത് വലിയൊരു പോയിന്റാണ്. കാരണം അപ്പോൾ ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ ഒരു 25,000 രൂപ മന്ത്ലി ഉണ്ടാക്കണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 18 രൂപയ്ക്ക് ചുരുങ്ങണേണ്. അത് നല്ലൊരു പോയിന്റാ. പിന്നെ ഇപ്പൊ ചേട്ടാ ഈ അത് തന്നെയല്ല, നേരത്തെ നമ്മൾക്ക് ഒരു 10 വർഷത്തിന് മുമ്പ് വരെ എന്ന് പറയാം, റേഷൻ കടകൾ വഴി നമ്മൾക്ക് കൂടുതൽ അരികൾ കിട്ടുമായിരുന്നു, ഗോതമ്പ് കിട്ടുമായിരുന്നു, പഞ്ചസാര കിട്ടുമായിരുന്നു, ഇതെല്ലാം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു കാർഡ് ഉടമയ്ക്ക് ഒരാൾക്ക് 4 കിലോ അരിയും 1/2 കിലോ ആട്ടയുമാണ് ഒരു മാസം കിട്ടുന്നത്. ഈ 4 കിലോ അരിയും 1 കിലോ ആട്ടയും ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കടകളിൽ നിന്ന് കൊള്ള വിലയ്ക്ക് വാങ്ങണം. അപ്പോൾ ഈ സാധാരണക്കാർ എന്ത് ചെയ്യും എന്നുള്ളതൊന്ന് ചിന്തിക്കണ്ടേ? ഇത് ചിന്തിക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ ഭരണകൂടങ്ങളാണ്. നമ്മൾ വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ.
ഭരണകൂടങ്ങളും ഇതിന് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടേക്കണ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, സപ്ലൈകോ, മറ്റൊന്ന് മറിച്ചതൊക്കെ ഉണ്ട്. ഒരാളും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല. ഇതിനേക്കാൾ വലിയ അവസ്ഥയാണ് ഇപ്പം നാട്ടിൽ മുഴുവൻ പനിയാണ്. അതുപോലെ പല ഇതാണ് അസുഖമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ പറയും 3 ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണം. എന്നെപ്പോലുള്ള ഒരുത്തം 3 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മാസം എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കും? പിന്നെ മിനിമം 2000 രൂപ ചെലവാണ്. ആണ് അവർ പുറത്തേക്ക് കുറേ മരുന്നുകൾ എഴുതരും, ടെസ്റ്റുകൾ പറയും. ഇതെല്ലാം നമ്മൾ വിട്ടുപോയി വീഡിയോയിൽ. അതൊക്കെ ചെയ്യണം. അതുപോലെ ഇപ്പൊ വന്ന പനി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും വന്നിട്ട് ആ പനി മാറുള്ളൂ. മനസ്സിലായ? കുട്ടികളുടെയും മസ്റ്റായിട്ട് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. കാരണം സ്കൂളുകളിൽ പലരുമായിട്ട് അവർ ഓടിക്കളിച്ച് നടക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ കാശില്ലെന്നും പറഞ്ഞ് മരുന്ന് മേടിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുള്ള അവസ്ഥയും ഇന്നത്തെ. അതിന് വല്ല നിയന്ത്രണം ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർ പറയണ ബില്ലാണ്, അല്ലാതെ ഓരോ ടെസ്റ്റുകൾക്ക് പോലും ഒരു കൃത്യമായ ഒരു ബില്ല സിസ്റ്റമോ ഒന്നുമില്ല. എന്നിട്ട് സർക്കാർ ആശുപത്രി പോകാൻ പറയും. സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം എമർജൻസി ആയിട്ട് ഒരു പനി മൂത്തിട്ട് ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് മരുന്ന് മേടിച്ചിട്ട് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. അമ്മ അതിൽ തിരക്കാണ് അവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എങ്കിലും ഗവൺമെൻറ് തലത്തിൽ ഈ സാധാരണക്കാർക്ക് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എനിക്ക് അതിനെക്കുറിച്ചും ചോദിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ അതിന് നോട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താണുള്ളത്? തേങ്ങയാണ്. അതിനാണ് ഇപ്പോൾ വെളിച്ചെണ്ണ 1 ലിറ്റർ മേടിക്കണമെങ്കിൽ എത്രയാണ്? അതുപോലെ തേങ്ങക്കും ഭയങ്കര വില കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ 500 രൂപയുടെ 600 രൂപയുടെ പച്ചക്കറി മേടിച്ചാൽ 250 രൂപ തേങ്ങയായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്ലൈക്കോയിൽ ഒരു ദിവസത്തേക്ക് ഒരു ഓഫർ ഇട്ടേക്കണം. കഴിഞ്ഞ ദിവസം 1 ലിറ്ററിന് 450 രൂപയ്ക്ക് ഒരു ഓഫർ ഇട്ടേക്കണം, ഒരു ദിവസത്തേക്ക് ഒരു ഓഫർ. പക്ഷെ പുറത്ത് 400 രൂപയ്ക്ക് ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ കിട്ടാനുണ്ട്. അപ്പൊ എന്താണ് ഇവര് ജനങ്ങളോട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ജനങ്ങള് ഓഫർ കൊടുത്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം. കാരണം ഇത് ജനങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടണമെന്ന് അവർക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ അത് ഒരു ദിവസത്തേക്ക് മാത്രം ഒന്ന് പറഞ്ഞേക്കണത് തന്നെ. അതും പുറത്തുള്ള വിലയായിട്ട് വലിയ വ്യത്യാസവുമില്ല. അപ്പൊ ഈ ഓണക്കാലത്ത് ഇതുപോലുള്ള ഗിമ്മിക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാണിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുക. ആരെങ്കിലും കുറച്ച് പേരെങ്കിലും പ്രതികരിക്കണതുണ്ടെങ്കിൽ അവരുടെ കണ്ണിലും പൊടിയിട്ട് പ്രതികരണശേഷി ഇല്ലാതെ ആക്കുക. അത് തന്നെ ഇടപാട്. ഇപ്പൊ ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണമല്ലോ. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ച് വോട്ട് പിടിക്കുക. അതെ, നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. കാരണം അത് നമുക്ക് ലാസ്റ്റ് ഇയർ ചെയ്യാൻ വെച്ചേക്കണേ. അപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞു നിർത്തിയ എന്തിനാണ് മെഡിക്ലെയിം എൻ്റെ ഒരു വെറുതെ ജസ്റ്റ് ഷെയർ ചെയ്യണേ മറ്റുള്ളവർക്കും കൂടി ചിന്തിക്കാൻ വേണ്ടി. ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ് എനിക്ക് വേണം BJP സർക്കാരെ കൊണ്ടുവന്നേക്കണം. പക്ഷെ അത് ഇവിടെ ആർക്കും കിട്ടണില്ല. ഞാൻ പലപ്പോഴും ഈ അക്ഷയയിൽ വിളിച്ച് ചോദിക്കും. അപ്പോൾ പറയാം ആയിട്ടില്ല, ഡേറ്റ് ആയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലുണ്ടൊരു പ്രായമുള്ള ഒരാൾ. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അത് ഗുണം കിട്ടണമെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ ഇവരുടെ ഈ രാഷ്ട്രീയ ചേരിതിരിവ് വെച്ചിട്ടാണോ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാത്ത എൻ്റെ ഒരു സംശയമാണ്. അല്ല, അത് അങ്ങനെ ആകാനാണ് സാധ്യത. കേന്ദ്രം ഭരിക്കുന്ന വേറൊരു പാർട്ടി, കേരളം ഭരിക്കുന്ന വേറൊരു പാർട്ടി. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ആണ് മെയിൻ സംഭവം. ജനങ്ങളുടെ നന്മയോ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതോ ഒന്നുമല്ല. ഇവിടെ ആരെന്ത് ചെയ്തു എന്നുള്ള ക്രെഡിറ്റ്. കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്നും പറഞ്ഞ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുമ്പോൾ ആ പദ്ധതി ഇവിടെ നടപ്പാക്കിയാൽ കേരള ഗവൺമെൻറ്റിന് അതിൻ്റെ ഗുണം കിട്ടാനില്ല ജനങ്ങളുടെ. അതിനു വേണ്ടിയാണത്. എന്നാൽ കേരള ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുപോകാം. ഇപ്പോൾ പഞ്ചാബ് ഗവൺമെൻറ് അങ്ങനെ നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ കേരള ഗവൺമെൻറ് നടപ്പാക്കുക. കാരണം അതിനും വേണ്ടിയുള്ള വരുമാനം നമ്മുടെ കേരളത്തിലുണ്ട്, റവന്യൂ. ഈ വരുമാനം കൃത്യമായിട്ട് പിരിച്ചെടുക്കുക. വൻകിടക്കാരുടെ വരുമാനങ്ങൾ ഈ മറ്റേ ടാക്സ് ഇനത്തിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനുണ്ട്. ഇത് കൃത്യമായിട്ട് ഗവൺമെൻറ്റുകൾ പിരിച്ചെടുക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റും, ഈ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിനെ മാത്രമല്ല പറയുന്നത്, മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റും കൃത്യമായിട്ട് അത് പിരിച്ചെടുക്കുന്നില്ല. സാധാരണ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റത് അവർ കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ. അതൊന്നും പിരിച്ചെടുക്കുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഓണം വന്നപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ കടമെടുക്കാൻ പോകുന്നുണ്ട്. ഈ കടമെടുത്തിട്ട് ഈ കാശ് ഏത് രീതിയിൽ ചിലവാക്കിയെന്ന് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ജനങ്ങൾ അറിയുന്നുണ്ടോ?
കടമെടുക്കുക, അത് ഏതെങ്കിലും രീതിയിൽ ചിലവാക്കുക. ഈ കടം മുഴുവൻ നമ്മൾ പണിയെടുത്ത് വീട്ടണം, പലിശ അടക്കം. ഇപ്പം തന്നെ എത്ര കോടി രൂപ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഇപ്പോൾ 9 വർഷം കഴിഞ്ഞ് ഈ ഗവൺമെൻറ് ഭരിക്കണം, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര കോടി രൂപ കടമെടുത്ത്? ഈ ഗവൺമെൻറ് ദൂരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? സാധാരണക്കാരായ നമ്മളുടെ ആവശ്യങ്ങൾ കട്ട് ചെയ്യും. ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കം, ഇപ്പോൾ കൺസെഷൻ ക്ഷേമനിധി ഇന്ന് കാശ് കൊടുത്തിട്ട് മാസങ്ങളായി ആൾക്കാർക്ക്. അവർ അംശാദായം അടച്ചിട്ടാണ് അത് കൊടുക്കേണ്ടത്. ആ പെൻഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളായിട്ട് നടക്കുന്നവരുടെയൊക്കെ കാര്യം അറിയാമല്ലോ. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റില്ല. ഈ വെയിലും കൊണ്ട് ഈ ഇതായിട്ട് അത്ര ഹാർഡ് വർക്കാണ്. ആ വർക്ക് ചെയ്തവർക്ക് മാക്സിമം ഒരു 65 വയസ്സ്. അത് കഴിഞ്ഞാൽ അവർക്കൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. അവർ അപ്പോൾ ഈ ക്ഷേമനിധിയൊക്കെ അടക്കണത് അത് നമ്മൾ പണിയെടുക്കാതിരിക്കുന്ന സമയത്ത് മരുന്ന് മേടിക്കാനെങ്കിലും കിട്ടുമല്ലോ. 1600 രൂപയുള്ള അതും മനസ്സിലായോ? ഈ അംശാദായം അടച്ചാലും അവർക്ക് ഈ 1600 രൂപ കിട്ടുള്ളൂ. അതിപ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല. മനസ്സിലായ? ആ ഒരു അവസ്ഥയാണ്. ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാ? ഒരു കാര്യം ജനങ്ങളല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുമാണ്. അവർ മാറി മാറി വരുന്നവർ ഇതിനെയൊന്നും കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗരേഖ പോലും തയ്യാറാക്കി വെച്ച് കൊണ്ടുപോകണമെന്നില്ല. അതിൻ്റെ കുഴപ്പമാണ്. നമ്മൾ പറയുമ്പോഴത്തേക്കും ഇത് രാഷ്ട്രീയമായി കണ്ട് നമ്മളെ അധിക്ഷേപിക്കാനും കൂട്ടമായിട്ട് ആക്രമിക്കാനും ഒക്കെ പലരും ഉണ്ടാവും. പക്ഷെ അവരും ചിന്തിക്കണം, അവരുടെ കുടുംബത്തിലും ഇത് തന്നെയുള്ള അവസ്ഥ. അവർക്ക് പ്രത്യേകിച്ച് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ സബ്സിഡി ഒന്നും കിട്ടില്ല. ഈ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കണമുണ്ട്. അതവർ ചിന്തിക്കണം. എന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ, ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം എനിക്കറിയാനുള്ളത്, നമ്മുടെ അടുത്തൊരു വേണ്ടപ്പെട്ട ഒരാളുടെ ടൈലറിങ് പെൻഷനാണ്. അവർ വർഷങ്ങളായിട്ട് അടച്ചിട്ടാണല്ലോ ഈ ഒരു പെൻഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരെണ്ണേ കിട്ടുള്ളൂ എന്ന് പറയണേ. മറ്റേത് അവർ കാശ് അടച്ചതും ഇതല്ലാണ്ട് ഒരു ഏജ് ആകുമ്പോൾ കൊടുക്കണതാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ അംശാദായം മാസം 50 രൂപയാണ് ഇപ്പം അടക്കേണ്ടത്. ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ അതാണ് എനിക്ക് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ടൈലറിങ്ങിൻ്റെ എത്രയാണെന്ന് എനിക്ക് എമൗണ്ട് അറിയില്ല. മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ അങ്ങനെ തന്നെയാണ്. 50 രൂപ വെച്ച് നമ്മൾ മാസം അടക്കണം. അതിപ്പോൾ ഒരു 30 വയസ്സുള്ളവനാണെന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെ അത് അടക്കണം. അവൻ ഒരു വർഷം 600 രൂപ അടച്ചു കഴിഞ്ഞിട്ടാണ് ഈ 1600 രൂപ അവന് പെൻഷൻ കൊടുക്കുന്നത്. മനസ്സിലായ? ആ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ കൊടുക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട്, അത് കൊടുക്കൂല. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുള്ള അതിനകത്ത്, ഞാനത് ചോദിക്കാൻ നിൽക്കണായിരുന്നു. ആ ചോദ്യമാണെന്ന് നോക്കട്ടെ. ഇന്ന് ഒരുത്തൻ MLA ആയിട്ട് നിൽക്കണം. നാളെ അവൻ ആ MLA സ്ഥാനം രാജിവെച്ച് MP ആയിട്ട് മത്സരിച്ച് MP ആയിട്ട് ജയിച്ചു പോയി. ഈ രാഷ്ട്രീയക്കാരന് ഈ 2 പെൻഷനും കിട്ടും. MP പെൻഷനും കിട്ടും, MLA പെൻഷനും കിട്ടും. മനസ്സിലായ? ഇതെന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നിശ്ചയിച്ചേക്കുന്നത്? അത് ഇവർ രാഷ്ട്രീയക്കാരും പറയില്ല. അതുമാത്രം പോരാ, ഈ MP പെൻഷനും MLA പെൻഷനും മേടിക്കുന്ന ആൾ മുൻപ് ഏതെങ്കിലും തസ്തികയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എത്ര വലിയ തസ്തിക ആയാലും അതിന് ആ സർവീസ് പെൻഷൻ അയാൾക്ക് കിട്ടുന്നുണ്ട്. അതിനൊരു കോട്ടവുമില്ല. അതും കിട്ടും, ഇതും കിട്ടും. മനസ്സിലായ? ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആൾക്കാർ ജനസേവനം എന്നും പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരാണ്. ഈ ജനസേവനം ഇന്ന് തൊഴിലാക്കി. ആദ്യം കുറച്ചു നാൾ മുമ്പ് വരെ തൊഴിലായിരുന്നു. ഇന്നത് മുതൽ മുടക്കില്ലാത്ത വ്യവസായമായി മാറി. കാരണം അതിനും വേണ്ടും വരുമാനമാണ് ഈ രാഷ്ട്രീയ തൊഴിലാളികൾ നേടിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ തൊഴിലാളികൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, ജനസേവകരെന്ന് പറയാൻ പറ്റില്ല. സത്യമാണ്. ഇത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. കാരണം അവനവൻ്റെ പാർട്ടിക്കും അവനവൻ്റെ നേതാക്കൾക്കും വേണ്ടിയാണ് നടത്തുന്നത്. അല്ലാതെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടപെടുകയോ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നില്ല. അവനവൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രതികരിക്കുന്നു. അതിനെതിര് പറയുന്നവനാ വേണമെങ്കിൽ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാനും തയ്യാറായി ഒരു വിഭാഗം നടക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അവരെങ്കിലും ഒന്ന് ചിന്തിക്കുക. അവരുടെ കുടുംബത്തെയെങ്കിലും ഓർത്ത് അവരിത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചേട്ടൻ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. എന്താ വെച്ചാൽ ഇലക്ഷനാണ് തന്നെ. ഇപ്പോൾ കൂണ് പൊക്കണവരെ ഈ മാസങ്ങൾ തൊട്ട് ഇപ്പോൾ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ വരെ നിങ്ങളുടെ മുമ്പിൽ പല ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി മുന്നോട്ട് വരും. ഇന്നലെ വരെ തെറ്റായത് ശരിയാവും, ശരിയായത് തെറ്റാവും. വേറെ കാര്യം പറയാനുള്ളത്, ഈ പെൻഷൻ്റെ കാര്യത്തിൽ, ഈ ടൈലറിംഗ് പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ശരിക്കും പൊട്ടന്മാരാവണല്ലേ? ഈ ഇപ്പോൾ ഈ ഇത്ര ഒരു ഏജ് വെച്ചിട്ട് പെൻഷൻ അടക്കണമെന്ന് പറഞ്ഞില്ലേ, അടച്ച് വന്നിട്ട് ഇവർക്ക് ഒരെണ്ണേ കിട്ടണമെങ്കിൽ പിന്നെ അവർ അടക്കാണ്ടിരുന്നാൽ ഇത് കിട്ടൂല, ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലേ? അപ്പം മറ്റേത് അടച്ചവർ പൊട്ടന്മാരായി. അത് രാഷ്ട്രീയക്കാര് ചെയ്തു വെക്കണ ഒരു ചതിവാണ് ശരിക്കും. ചതിയാണ്, സത്യം. കാരണം ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോ അവര് ഇതിനെതിരെ സമരം ചെയ്യും.
ഏത് ഈ പെൻഷൻ കിട്ടാത്തതിനെതിരെ പ്രതിപക്ഷത്തിരിക്കുക ഏത് പാർട്ടി ആയാലും ഇപ്പോൾ ഭരിക്കുന്നവരായാലും മുൻപ് ഭരിച്ചിരുന്നവരായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭയങ്കര ജനങ്ങളോട് ആത്മാർത്ഥതയാണ് ഇവർക്ക്. ജനങ്ങൾക്ക് വേണ്ടി വാദോരാതെ പ്രസംഗിക്കും, അത് പറയും, ഇത് ചെയ്യും, സമരം ചെയ്യും, എല്ലാം ഹർത്താൽ വരെ നടത്തും. അവർ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ഇതൊന്നുമില്ല. മനസ്സിലായ? അതിപ്പോൾ ഈ 9 കൊല്ലമായിട്ട് ഭരിക്കുന്ന ഗവൺമെൻറ് ഇതിന് മുമ്പുണ്ടായ ഗവൺമെൻറ്റിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ സമരം ചെയ്തേക്കണം. നിങ്ങൾ അന്നം കഴിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചത്. ഏത് ഇന്നുള്ളതിൻ്റെ 4 വില ഉള്ള സമയത്താണ് ചോദിക്കുന്നത്. ഭരിക്കുന്ന ആൾക്കാർ അന്ന് ചോദിച്ചോളൂ. ഇപ്പോഴും ഇതിലൊക്കെ കാണാം, സോഷ്യൽ മീഡിയയിലൊക്കെ കാണാതെ. നിങ്ങൾ അന്നം കഴിക്കുന്ന മനുഷ്യരല്ലേ, നിങ്ങൾക്ക് എന്താ ഈ വില വർധനവും മനസ്സിലാകാത്തതെന്ന് ചോദിക്കണം. അവർക്ക് ഇന്ന് ഇത് മനസ്സിലാകണില്ല. ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഒരു ദിവസമെങ്കിലും അവർ പണിയെടുത്ത കാശ് കൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് അന്നം ഉണ്ണണം. അപ്പോഴേ ഈ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് സുഖലോലുപരായിട്ട് ജീവിക്കാൻ ഖജനാവിലെ കാശ്, നമ്മൾ അടക്കുന്ന നികുതി പണം കൊണ്ട് സുഖലോലുപരായിട്ടാണ് ജീവിക്കുന്നവർ. ആ സിസ്റ്റം തന്നെ തെറ്റാണ്. കാരണം നമ്മളെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടിമകളാക്കി അവർ വാണുകൊണ്ടിരിക്കുകയാണ്. അതല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കണം. നമ്മുടെ പ്രതിനിധികളായിട്ടാണ് അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒരു നേതാവിനെ ഇന്ന് നമ്മൾ ഒരു സാധാരണക്കാരൻ കാണാൻ ചെന്നാൽ കാണാൻ പറ്റുമോ? പറ്റില്ല. അവൻ ആ മാതിരി ലെവലിലാണ് ജീവിക്കണം. അതൊക്കെ മാറണം. ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. അല്ലാതെ 25-30 വാഹനങ്ങളുടെ അകമ്പടിയോടെ, ലക്ഷറി വാഹനങ്ങളുടെ അകമ്പടിയോടെ സർക്കാർ ചെലവിൽ ജീവിക്കുന്നതല്ല പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയല്ല, ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്യാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും നന്മ ചെയ്യാൻ തയ്യാറായാൽ ഈ രാഷ്ട്രീയക്കാർ അതിനെ തുരങ്കം വെക്കും. കാരണം ജനങ്ങൾക്ക് നന്മ കിട്ടാൻ ഒരു വിധത്തിലും ഇവർ സമ്മതിക്കില്ല. ഇവർക്ക് കുറേ അടിമകളെ ആവശ്യമുണ്ട്. അതാണ്. അപ്പോൾ ചേട്ടാ, അടുത്തൊരു കാര്യം നമ്മുടെ കാണികൾക്ക് അറിയാനും എനിക്കറിയാനും കൂടി വേണ്ടി വരുന്നത്, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമുക്കുള്ള നമ്മുടെ ഒരു അറിവ് വെച്ച്, ഇവിടെ ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഗോൾഡ് ലോൺ എല്ലാ ബാങ്കിലും ഉണ്ട്. പക്ഷെ കാർഷിക ലോൺ അത് 4% വരുള്ളൂ. ഞാനൊക്കെ ഇഷ്ടം പോലെ യൂസ് ചെയ്ത് വെച്ചാണ് ഇപ്പൊ. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റണില്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചേട്ടൻ അറിയാനിക്കല്ലേ, പറയുമ്പോൾ തന്നെ മുഖത്ത് ജീവി വന്ന്. അപ്പൊ വേറെ കാര്യം വെച്ചാൽ ഇപ്പൊ ഒരു പാവപ്പെട്ട കാർഷിക ലോൺ ഉണ്ട്, പക്ഷെ എടുക്കണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകളും അറിയാലോ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാർഷിക ലോൺ നേരത്തെ സാധാരണക്കാർ നമ്മളെപ്പോലുള്ളവർ ഒരുപാട് ഉപകാരപ്രദമായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം അത് അവർ അതിൻ്റെ സിസ്റ്റം മാറ്റിയിട്ട് 1/2 ഏക്കർ സ്ഥലമെങ്കിലും ഉള്ളവർക്കേ കാർഷിക ലോൺ കൊടുക്കുള്ളൂ. ആ പലിശക്ക് 1/2 ഏക്കർ സ്ഥലമുള്ളവന് ഈ ലോൺ എടുക്കാൻ പോകേണ്ടി വരില്ല. അവന് 1/2 ഏക്കർ സ്ഥലമുള്ളവന് ഉള്ളവനായിരിക്കുമല്ലോ. അത് നിർത്തിയതിൻ്റെ ഒരു കാരണം ഈ വൻകിട ആൾക്കാർ ഈ കാർഷിക ലോൺ എടുത്തിട്ട് അത് 10 രൂപക്ക് മറിച്ച് കൊടുക്കുന്ന 10% ഇത് 4% പലിശ, 10% പലിശക്ക് മറിച്ചു കൊടുക്കുകയും അതുപോലെ പല വ്യവസായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം. അതെ, യൂസ് ചെയ്യാം, പല വിധത്തിൽ യൂസ് ചെയ്യാനുണ്ടായി. അപ്പൊ സാധാരണക്കാരൻ ഇപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന്, ഇപ്പൊ എന്നെ പോലുള്ളവനാണെങ്കിൽ ചിലപ്പോൾ വണ്ടിക്കൊരു ടെസ്റ്റ് വർക്ക് വരുമ്പോഴത്തേക്കും കാശില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ പലിശക്ക് എടുക്കാം. ഇപ്പം നമ്മൾക്കത് കിട്ടൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേറെ വട്ടിപ്പലിശക്കാരൻ്റെ പുറകെ പോകേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ സാധാരണ പ്രൈവറ്റ് ഗോൾഡ് ലോണിലേക്ക് പോകണം. അപ്പൊ ഈ വട്ടിപ്പലിശക്കാരൻ്റെ പുറകെ ആ അവസ്ഥ കൊണ്ട് പോകണം. അവന്റെ ജീവിതം അവിടെ തൊട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം അനുസരിച്ച് അത് ക്ലോസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഇപ്പോൾ ഒരു പ്രൈവറ്റ് പണമിടപാട് സ്ഥാപനത്തിലായാലും ഒരു ഗോൾഡ് കൊണ്ടുപോയി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാസം എങ്ങനെയെങ്കിലും ആ പലിശ അടച്ച് അത് കണ്ടിന്യൂ ചെയ്ത് നിലനിർത്താനേ പറ്റുള്ളൂ. അത് ആ മുതലടച്ചത് തിരിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥ ഇന്ന് സാധാരണക്കാരനില്ല. അങ്ങനെ ഒരു വരുമാനം ഇല്ല. കാരണം വരുമാനവും ചെലവും ആയിട്ട് ഒരിക്കലും ടാലി ആകണില്ല. നമുക്ക് നമ്മുടെ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും മെച്ചം വെച്ചാലല്ലേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ കുറച്ചെങ്കിലും പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു വിധത്തിലും സാധിക്കാത്തൊരവസ്ഥയാണത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകളാണ് ഇപ്പോഴും പുതിയ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ചോദിക്കണത് മദ്യഷാപ്പുകളാണ്, അതായത് ആൾക്കാരെ കൊല്ലാനാണ് വിടേണ്ടത്. ഇപ്പുറത്ത് സപ്ലൈക്കോ പോലുള്ള ഇതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി. ഇവിടെ സപ്ലൈക്കോ ഔട്ട്ലെറ്റുകൾ ഒരുപാട് ഉണ്ടായിരുന്നു നേരത്തെ. മൊബൈൽ മാവേലി സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെയൊക്കെ വരുവാർന്ന്, ആഴ്ചയിൽ ഒരു ദിവസം വരുവാർന്ന് നമ്മൾ പോയി റേഷൻ കാർഡ് വേണ്ടി സാധനം. അതൊക്കെ നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. ഇപ്പം ആ വണ്ടികളൊക്കെ ശരിക്കും കാർഡ് പിടിച്ച് അവിടെ കിടപ്പുണ്ട്. മനസ്സിലായ? ആ ഒരു അവസ്ഥയിൽ നിന്ന് നിലനിൽക്കുന്നത്. ഇപ്പോൾ സപ്ലൈക്കോ ഈ മറ്റേ പലചരക്ക് സാധനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ
മദ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേക്കാണ്. കാരണം അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന അതാണ്. ജനങ്ങളെ കൂടുതൽ മദ്യം കുടിപ്പിച്ച് പ്രതികരണ ശേഷി ഇല്ലാത്തവരാക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയും കൂടി എൻ്റെ മുന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ്ട, ശരിയാകാം തെറ്റാകാം. കാരണം ഇപ്പം ഇന്ന് മദ്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം മിക്ക ആൾക്കാരും അതിന് അഡിക്റ്റാണ്. ഭൂരിപക്ഷം പേരും. അവനിപ്പോൾ 1000 രൂപക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ 500 രൂപ കൊണ്ട് നേരെ ഓടണം അങ്ങാടാണ്. 500 രൂപ കൊണ്ട് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 500 രൂപയുടെ സാധനത്തിന് ചിലപ്പോൾ 120 രൂപയുടെ സാധനം ആയിരിക്കുള്ളൂ ഈ 500 രൂപക്ക് വെക്കണം. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തോരം അവിടെ ലാഭം വന്നിട്ടെന്ന് നോക്കണം. ഇത് കാരണമാണ് അവർ ഈ പലചരക്ക് സാധനങ്ങൾ കൊടുക്കേണ്ട സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉറങ്ങിക്കിടന്നിട്ടും ബിവറേജുകൾ കൂടുതൽ വരികയും അവിടെ സുഭിക്ഷമായിട്ട് മദ്യം ലഭ്യമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കർത്തവ്യമല്ല അത്. മദ്യം ഇതിനും വേണ്ടും സുലഭമായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ഈ അടുത്ത് ടി വിയിലൊക്കെ പറയുന്നതായിട്ട് ഓൺലൈനിൽ കൊടുക്കാൻ പോകുന്നു. സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഇതിൽ മദ്യം കൊടുക്കാൻ പോകുന്നു. കാരണം ആൾക്കാർ പണി കഴിഞ്ഞ് ഓടി അങ്ങോട്ട് വരണ്ട, വീട്ടിലിരുന്നാൽ മതി, അവിടെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറയണം. ആ ഒരു ലെവലിലേക്ക് ഒരു ഗവൺമെൻറ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് ഇവരൊക്കെ പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ തന്നെ നോക്കുക. കാരണം മദ്യത്തിനും മയക്കുമതിനും എതിരെ പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെൻറ്റാണ് ഈ മദ്യത്തിനെ ഇത്രയും വേണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ചൂഷണം തന്നെയാണ്. ശരിക്കും ജനങ്ങളുടെ കാശ് അവർ പിടിച്ചു വാങ്ങുമെന്ന് തന്നെ പറയാം. ഇത്രയും നികുതി വർദ്ധിപ്പിച്ചിട്ട് ചൂഷണമാണത് സാധാരണക്കാരുടെ. ഇതിൻ്റെയൊക്കെ നികുതി, ഈ മദ്യത്തിൻ്റെ നികുതി എന്ന് പറഞ്ഞാൽ 200% കാരണം 160 രൂപക്ക് കിട്ടുന്ന സാധനമാണ് 900 രൂപക്കും 950 രൂപക്കും ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നികുതി വർധന നടത്തി ഗവൺമെൻറ് തന്നെ ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? എത്ര നികുതി വർദ്ധിപ്പിച്ചാലും ജനങ്ങൾ ഇത് മേടിക്കാതെ ഉപയോഗിക്കാതെ ഇരിക്കില്ല. എന്നിട്ട് നികുതി വില കൂടുമ്പോഴത്തേക്കും ജനങ്ങൾ ഉപയോഗം കുറയുമെന്നാണ് ഇവരുടെ വാട്സ്. പക്ഷെ അതല്ല ചെയ്യുന്നത്. ജനങ്ങളപ്പോൾ വീട്ടിലേക്ക് എത്തേണ്ട കാശി കുറയും. ഇപ്പോൾ 1000 രൂപ പണിയെടുക്കുന്നവൻ നേരത്തെ 200 രൂപ കൊടുത്തൊരു കുപ്പി മേടിച്ച് പോകുമായിരുന്നു. ഇപ്പോൾ അവന് 500 രൂപ കൊടുക്കണം അതിന്. അപ്പോൾ കുടുംബത്തിലേക്ക് ചെല്ലേണ്ട ആ കാശ് കുറയും. അപ്പോൾ പല കാര്യങ്ങളിലും കുടുംബത്തിൽ നടക്കാതെ വരും. അതാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യം ഇവർ മറച്ചു വെക്കുകയാണ്. എന്നിട്ട് ജനങ്ങളെ ആൾക്കാർ വാങ്ങിക്കാതിരിക്കാനാണ് വില കൂട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഞാനൊരു കാര്യം പറഞ്ഞാണ്, ഇപ്പൊ 2 കാര്യം പറയാനുള്ളത് വെച്ചാൽ ചേട്ടൻ ഓൺലൈനിലേക്ക് വന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലവർക്ക് ഗുണമുണ്ടാവും. എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു കോമഡിയാണ്. അതായത് ചില ബാറിന്റെ മുമ്പിൽ ആ ബാറിന്റെ ഉള്ളിലേക്ക് ഒരു കാശും കൊടുത്ത് അടിച്ച് ആ ബാറിന്റെ വാതിക്കൽ തന്നെ വണ്ടി കിടക്കും പിടിക്കാൻ, അവർ പിടിക്കാൻ, അല്ലെങ്കിൽ കുതിപ്പിക്കാൻ വേണ്ടി നിൽക്കും. തെറ്റ് പറയണില്ല, കാരണം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പാടില്ല. പക്ഷേ ഈ ഓൺലൈൻ വരുമ്പോൾ കാശുകാർക്ക് ഉപകാരപ്പെടും. അവരാ കാശ് നോക്കാണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അപ്പൊ ഇവര് പുറത്തിറങ്ങണില്ല, വണ്ടിയായിട്ട് പുറത്തിറങ്ങണം. അങ്ങനെ ഒരു ഗുണം അവർക്ക് കിട്ടും. പക്ഷെ അപ്പോഴും പ്രോത്സാഹനമാണ്. പക്ഷെ ഇതിന് കൺട്രോൾഡ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. അതാണ് വേണ്ടത്. ഇപ്പൊ 2K പിള്ളേരെന്നും പറഞ്ഞ് അവരെ കളിയാക്കും, മറ്റേ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ശരിയാണില്ലെന്ന് പറയല്ല. പക്ഷെ അവർക്കൊരു പ്ലേ ഗ്രൗണ്ടോ അല്ലെങ്കിൽ കലാവാസനയോ ഒന്നും സർക്കാർ സ്ഥലത്ത് നിന്ന് കളിക്കാനൊരു സ്ഥലമുണ്ടോ? ഇല്ല. അതൊക്കെയാണ് ആദ്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത്. കാരണം അവരുടെ മൈൻഡ് അങ്ങോട്ടിലേക്ക് ആവും. അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന നമ്മ ഇതിലുള്ള സാധനങ്ങൾ മാറുന്നു. അതെ നമ്മളും കൂടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പൊ ഇത്രയൊക്കെ നാട്ടിൽ നടന്നിട്ടും ആരും പ്രതികരിക്കാത്ത എന്താണ് ചേട്ടാ ഇതിനെതിരെ? കുറെ പാർട്ടികളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അല്ലെ, അവര് കട്ടക്ക് നിൽക്കുവാണ്. ഇപ്പൊ എന്താണ് ചേട്ടാ ഇത് രണ്ടുപേരും കൂടി ഷെയർ ഇട്ടാണോ എടുക്കണേന്? അത് തന്നെയാണ്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ അഴിമതി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഇട്ടാണ്. കാരണം പ്രതിപക്ഷം ഭരണപക്ഷി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ മാത്രമേ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കോമഡി പരിപാടിയാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ഒരു സമരം നടക്കുന്നിടത്ത് ലാത്തി ചാർജോ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. അത് പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്ന് ഉദ്ഘാടനം ചെയ്ത് അവൻ പോയി കഴിയുമ്പോഴേ ജലപീരങ്കിയും ലാത്തി ചാർജും ഇതൊക്കെ വരുള്ളൂ. അവൻ പോകും. ഇതൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വെക്കണാണ്. ആ നേതാക്കളൊക്കെ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോഴാണ് പോലീസ് അറ്റാക്ക് ചെയ്യുള്ളൂ. സാധാരണക്കാരായ അണികൾ, ഈ മണ്ടന്മാരായ അണികൾ തല്ലുകൊണ്ട് അവിടെ കിടന്ന് മെനകേടാവും. അവന് പോവും, അവൻ്റെ കുടുംബത്തിനും പോവും. ഈ നേതാക്കൾ സുഭിക്ഷമായിട്ട് AC കാറി കയറിയിരുന്ന് പോയിട്ടുണ്ടാവും. അവരാണ്ട് അപ്പുറത്ത് പോയിരുന്ന് ഇവർ രണ്ടുപേരും കൂടി ടൈപ്പ് ആവണം ഇത് ഏത് രീതിയിൽ അവസാനിപ്പിക്കണമെന്ന്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി, ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു സമരം ഇവിടെ നടക്കുന്നില്ല. ഇപ്പം തന്നെ ഈ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഈ വൈസ് ചാൻസലറുടെ പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും. എന്തോരം പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഉണ്ടെന്നറിയാവോ? എനിക്കറിയാം. എൻ്റെ പെങ്ങളുടെ കുട്ടി കഴിഞ്ഞ കൊല്ലം പരീക്ഷ കഴിഞ്ഞാണ് B.Com. ഇന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല.
ഇത് ഇവര് തമ്മിൽ തന്നെ ഇവർക്ക് രാഷ്ട്രീയമാണിത്. രണ്ടുപേർക്കും രാഷ്ട്രീയമാണ്. രണ്ടുപേരും ചെയ്യുന്നത് തോന്നിവാസം തന്നെയാണ്. ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഈ രീതിയിൽ തെരുവിലിട്ട് അലക്കി വെളുപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇവർക്ക് പറ്റിയ കുറേ കഴിവില്ലാത്ത ആൾക്കാരെ ഇവർ അവിടെ നിയമിക്കും. അപ്പോൾ അവർ അതിലും വലിയ ഇത് നടത്തും. രണ്ടുപേർക്കും ഈ ഇതാണ് ഈഗോ. അത് തന്നെയാണ് സംഭവം. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിബോധമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യണം. മറ്റുള്ളവരെ പോയി തരം താഴ്ത്തി സംസാരിക്കുക, പൊട്ടന്മാര്. അത് പരമാവധി അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ ഈ പാർട്ടിയുടെ പുറകെ നടന്ന് നല്ലുകൊണ്ടും ഇതിൻ്റെ ഇത് പറയണത് നിങ്ങൾക്ക് എന്താ ലാഭമൊന്നും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താ ഗുണം? നാട്ടുകാർക്ക് ഗുണമുള്ളതാണ് ചെയ്യേണ്ടത്. എപ്പോഴും അവനവൻ്റെ പാർട്ടി എന്ത് കാണിച്ചാലും അവർ കാണില്ല. തെറ്റാണെങ്കിൽ കാണണേ ഇല്ല. മറ്റുള്ള പാർട്ടിയുടെ തെറ്റല്ല. വേറൊരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ തന്നെയാണ്. ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ചേട്ടനൊരു ഫോട്ടോഗ്രാഫറാണെന്ന് വെച്ചോ. ചേട്ടൻ്റെ ഫോട്ടോ എടുക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഞാനൊന്ന് നമ്മൾ തമ്മിലൊരു ഗ്യാപ്പ് ഇട്ട് വെക്കുക. പിന്നെ എന്താണ് അദ്ദേഹത്തിന് വർക്ക് ഏൽപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട. അല്ലാണ്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു സെയിം വർക്ക് ചെയ്യുന്ന ടീമുകൾ തമ്മിൽ ഇയാൾ കൊള്ളൂല എന്നും പറഞ്ഞു നടക്കണം. അതിനെക്കാട്ടിയും തരതാഴ്ന്ന പരിപാടിയാണ് ഇപ്പം ഇലക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ല ചേരി തിരിഞ്ഞ് ഇവർക്ക് ഇത്രയും വിവരം വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ജനം പ്രതികരിക്കണില്ല. ഇപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായ ഇവര് സംഘടിതമായ ആക്രമണമാണ്. ഇപ്പൊ സൈബർ ആക്രമണം ഫേസ്ബുക്കിൽ വരെ വന്നിട്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ചെറുപ്പം മുതൽ പരിചയമുള്ള ആൾക്കാർ വരെ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നിട്ട് നമ്മുടെ അപ്പനും അമ്മയ്ക്കും കമന്റ് ഇടും. അപ്പനും അമ്മയ്ക്കും തെറി വിളിച്ചോണ്ട് തെറി പറഞ്ഞുകൊണ്ട് കമന്റ് ഇടും. ദിവസവും മുഖത്തോട് നോക്കുന്ന ആൾക്കാരാണ് ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ. എന്നിട്ട് അതുകൊണ്ട് അവരെന്ത് നേടണം? നാളെ വിളിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ വോട്ടും ചോദിച്ചു വരൂരി. അല്ല, ഇവർക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏജ് അടുത്ത തലമുറ വരുമ്പോ നിങ്ങളുടെ മക്കൾ അനുഭവിക്കണ ചിലപ്പോ കാണാം. ഇവര് തന്നെ ഇപ്പൊ കേരളത്തിൽ ഭരിക്കുന്ന ഒരു കേന്ദ്രത്തിനെ ഒരുപാട് വിമർശിക്കാറുണ്ട്. കേന്ദ്രം ചെയ്യുന്ന കാര്യം അതിനെ നമ്മ വിമർശിച്ച ഇവര് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടും. എന്നിട്ട് കേരളത്തിലുള്ള ആൾക്കാരുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെ തെറിയും പറയും. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഇത് എന്ത് രാഷ്ട്രീയമാണിത്? ഇതാണോ രാഷ്ട്രീയം? ഒരാൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഒന്നും പറയാൻ പാടില്ല. നമുക്ക് കൃത്യമായ കാര്യം സത്യം നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിലില്ലാതെയായി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 കൊല്ലമായെന്ന് ഓർക്കണം ഇന്ത്യക്ക്. അപ്പോഴാണ് ഈ അവസ്ഥ. എന്നിട്ട് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇവര് കുറെ കോമാളി വേഷം കെട്ടിക്കും. എന്താണെന്നറിയാവോ? ജാതിയും മതവും. ഏതെങ്കിലും ഒരു നേതാവ് എവിടെയെങ്കിലും നിന്നിട്ട് ഏതെങ്കിലും ഒരു ജാതിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വൃത്തിയോട് വിളിച്ചു പറയും. ഇത് ഇവരെ ടാർഗറ്റ് ചെയ്യാനാണിത്. ഇവിടെ നിലവിലുള്ള ജനങ്ങളുടെ പ്രശ്നം ചർച്ചയാകാതിരിക്കാൻ പ്രശ്നം ഡൈവേർട്ട് ചെയ്ത് വിടണം. അപ്പോൾ ഈ പത്രക്കാർ മുഴുവൻ പത്രക്കാരൊക്കെ കാശ് മേടിച്ചിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. ഇതൊക്കെ അവർ ഈ ജാതിയും മതവും എടുത്തു വെച്ചിട്ട് രണ്ടുപേരെയും വെച്ച് ചർച്ചയാണ് എല്ലാ ദിവസവും. എന്നാൽ ജനങ്ങൾ ഇവിടെ ഏത് രീതിയിൽ റോഡിൽ കൂടി യാത്ര ചെയ്യണം, ഏത് രീതിയിൽ ജീവിക്കണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇലക്ഷൻ സമയത്തൊന്നും ഒരു ചർച്ച ഉണ്ടാവില്ല. അതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തുറന്ന് പറയുമോ അയാൾക്ക് ഭാവിയിൽ പെൻഷൻ കിട്ടണം, മറ്റേത് കിട്ടണം? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥൻ ഉണ്ടായില്ല. അയാളുടെ അവസ്ഥ കണ്ടില്ലേ? അയാൾ വിജിലൻസിൽ ഇരുന്നേച്ചാണ്. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാളെ കത്തി കാച്ചിക്കാനാണ് വിട്ടത്. ഇപ്പോഴും അയാളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ അടുത്തൊരു ഡോക്ടർ സത്യം തുറന്നു പറഞ്ഞില്ലേ, ആ പുള്ളിക്ക് എന്താ സംഭവിച്ചത്? അയാള് മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരെയും ചെയ്യേണ്ട വന്നു. അത്രക്ക് മാനസിക സമ്മർദ്ദം അയാൾ അനുഭവിക്കേണ്ട വന്നു. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു പറഞ്ഞതിൻ്റെയാണ്. ഇവിടുത്തെ ഭരണകൂടം പുറത്ത് പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്നാണ്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഇനി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഈ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സത്യം തുറന്നു പറയുമോ? പറയരുത്. അതാണ് ഇവരുടെ ലക്ഷ്യം. വേറൊരാളും ഒരു തെറ്റും തുറന്നു പറയരുത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പലരും സഹികെട്ടാണ് ജോലി ചെയ്യുന്നത്. പലരും നമ്മളോട് പേഴ്സണൽ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗവൺമെന്റ് പറയുന്ന എന്ത് കൊള്ളരായ്മക്കും നിൽക്കാതെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ ഇന്നും നിലനിൽക്കുന്ന സമ്പ്രദായം. ഇത് മാറണമെങ്കിൽ നമ്മൾ ജനങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം പണിയും മുടക്കി ക്യൂ നിന്ന് പോയി വോട്ട് ചെയ്യില്ലേ, അപ്പം തലക്ക് വെളിവുള്ളവനെ തിരഞ്ഞെടുക്കുക. അല്ലാതെ ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, ഒരു മാനദണ്ഡം, ഒരു പൊതു കാര്യത്തെക്കുറിച്ച് പോലും ഒരു വിവരമില്ലാത്തവരൊക്കെയാണ് ഇലക്ഷന് തിരഞ്ഞെടുത്ത് വിടണത് നമ്മൾ. എന്നാലും അതിനെക്കുറിച്ച് നമുക്കൊന്നൊരു വലിയ വീഡിയോ വിടാനുണ്ട്, ടിപ്സ് കൊടുക്കാനായിട്ട്. ആൾക്കാരെ എങ്ങനെ തിരഞ്ഞ് അല്ലെങ്കിൽ അറിയില്ലായിരിക്കും, ചിലപ്പോൾ പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ അവരിലേക്ക് എത്താം, നല്ലതാണോ ചീത്തയാണോ, അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഒരു അപേക്ഷ ഇതിൽ പറഞ്ഞു നമ്മുടെ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഗവൺമെന്റിനോടൊരു അപേക്ഷയാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട് ഇതിപ്പോൾ ഒരു ചർച്ച ചെയ്തു.
പല പാവപ്പെട്ടവന്മാരും ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതോടെ ആ കുടുംബം എന്നാ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടൊരു അപേക്ഷയാണ്, അതായത് പറ്റുമെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ആയുഷ്മാൻ ഭാരത് പോലുള്ള മെഡിക്ലെയിം ഉണ്ട്, അത് പ്രോത്സാഹിപ്പിക്കില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു മെഡിക്ലെയിം ആ വീട്ടിലേക്ക് വർഷത്തിലൊരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട്, വലിയ എമൗണ്ട് അല്ല, പ്രൈവറ്റ് കമ്പനികൾ മേടിക്കുന്ന അത്രയും നമുക്കറിയാം. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഒരു 5 ലക്ഷം രൂപയെങ്കിലും വെച്ച് മിനിമം കിട്ടണമല്ലോ. അങ്ങനത്തെ ഒരു മെഡിക്ലെയിം പുറത്തേക്ക് ഉണ്ടെന്നോ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുക ഇന്നത്തെ ചർച്ച. അപ്പോൾ ഇനി ഞാൻ ചോദിക്കണതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷനാണ് വരുന്നത്, എങ്ങനെയുള്ള പാർട്ടീനെ നോക്കി വോട്ട് ചെയ്യണം? പല എന്താണ് പറയാ, ഇനിയിപ്പോ കൊണ്ടുവന്ന് ഇങ്ങനെ ചിരിപ്പിച്ച് കാണിക്കും, അതല്ല, അതിൽ വീഴരുത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അല്ല, ആരും പറയുന്നത് നമ്മൾ മുഖവിലക്ക് എടുക്കണ്ട. നമ്മൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുള്ള മനുഷ്യരാണ്, പ്രബുദ്ധരാണെന്ന് പറയണ കേരളം. ഈ പ്രബുദ്ധരായ മണ്ടന്മാരാണ് ഈ കോമാളികളെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ തിരഞ്ഞെടുത്തോണ്ടിരിക്കുന്നത്. അത് ഒന്ന് അവസാനിപ്പിക്കാൻ സ്വയം ചിന്തിക്കുക. നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയണില്ല, മനസ്സിലായോ? അത് അവര് തന്നെ ചിന്തിക്കണം ഏതാളെ തിരഞ്ഞെടുക്കണം. അതിൽ രാഷ്ട്രീയം നോക്കരുത്, വ്യക്തിയെ നോക്കി തിരഞ്ഞെടുക്കാന്നാ ഞാൻ. അല്ല, ചിലർക്ക് ഈ പാർട്ടി വരുമ്പോ എന്തോ ഒരു വലിയ ഇതെന്റെ പാർട്ടി എങ്ങനെയും ജയിപ്പിക്കണം, എങ്ങനെയും ജയിപ്പിക്കണം. ഇപ്പൊ നമ്മളൊരു ഇലക്ഷന് ഒരാളെ തെരഞ്ഞെടുത്ത് വിട്ടാൽ ആ 5 കൊല്ലം അവൻ നമ്മുടെ തലയിലാണ്. നമ്മൾ അവനെ ചുമന്നേ പറ്റുള്ളൂ. കാരണം തിരിച്ച് അവൻ എന്ത് പോക്കരുത്താണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു പല അലിഗേഷനും നമ്മൾ ടിവിയിലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവര് തിരിച്ചു വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. എന്ത് തെറ്റ് ചെയ്താലും നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ 5 കൊല്ലം. ഇനിയെങ്കിലും നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഞങ്ങളിപ്പോ കുറച്ച് നാളായിട്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഏരിയയിൽ എന്തെങ്കിലും കൗൺസിലർമാർ എന്തെങ്കിലും തെറ്റൊക്കെ കാണിച്ച് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങളും ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ കേരളം മുഴുവൻ നന്നാക്കാൻ പോകണ്ട, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നന്നാക്കാൻ പോകണ്ട. നിങ്ങളുടെ ആ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് എന്നെ പോലത്തെ ഒരു യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക. അതെ, അപ്പൊ കുറെ മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമൊക്കെ ചെയ്യില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെയുള്ള പലരും വിളിക്കുകയും. പക്ഷെ ഇപ്പോഴും ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ളവർ ഇപ്പൊ ജാതിയുടെ ആയാലും മതത്തിന്റെ, ഞാൻ എല്ലാം മാറ്റി എടുത്തുന്ന വ്യക്തിയാണ്. പക്ഷെ ഇത് ഇവരിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ന്യായമാണെന്ന് തോന്നി നമ്മൾ കയറാറുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബേഴ്സിനോടൊരു അപേക്ഷയാണ് എനിക്കും പറഞ്ഞിട്ടുണ്ട്. കുറെ കോള് ഇലക്ഷനാവന്നെ പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ, പല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങളത് ഭയങ്കരമായിട്ട് ഒരു 3 വട്ടം ചിന്തിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഞാൻ അത് വേണ്ടെന്ന് വെച്ചേക്കണം ഇലക്ഷൻ കഴിയണ വരെ. അങ്ങനെ ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് സാധനം ചെയ്യണ്ട. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ജനങ്ങൾ ചിന്തിക്കുക, ജനങ്ങളാണ് ചിന്തിക്കണം. ഇപ്പൊ എനിക്ക് എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ എന്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. അത് വേണം, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ വാക്ക് കേട്ടുണ്ടോ നമ്മൾ ആ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കാൻ പാടില്ല. വേറൊരു സംഭവം വെച്ചാൽ, ഇപ്പൊ ചേട്ടന് കുഞ്ഞിലോട്ടൊരു പാർട്ടി ഉണ്ടെങ്കിൽ ആ സമയവും എന്തുകൊണ്ട് ഒരു വിഷം കുത്തിവെച്ചാരാണ് ഇവര് ചെയ്തത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല, നാട്ടുകാർക്കുള്ള ഗുണമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്. അതെ, അതാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതിലേക്ക് അല്ല നിർത്താല്ലേ, ഇന്നത്തെ നമുക്ക് നിർത്താം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തിട്ടേക്ക്. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറേ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ സഹകരിച്ച OJ സൈമൺ ചേട്ടൻ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അറിവ് എനിക്കറിയാൻ എന്തോരമാണെന്ന്. ഇനിയും വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണാം. നന്ദി.